വിശുദ്ധ ഖുർആനിലെ ശ്രദ്ധേയമായ ധാരാളം വചനങ്ങൾ കൊണ്ട് സമ്പന്നമായ ഒരു അധ്യായമാണ് 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാൻ. ആ സൂറത്തുൽ ലുഖ്മാൻ എന്ന് പറയുന്ന അധ്യായത്തിന്റെ 16-ാമത്തെ വചനത്തിൽ ലുഖ്മാൻ എന്ന് പറയുന്ന മനുഷ്യൻ തന്റെ മകന് കൊടുത്ത ഉപദേശങ്ങളിൽപ്പെട്ട ഒന്നാണ്. ലോകത്തുള്ള എല്ലാ പിതാക്കന്മാരും മക്കൾക്ക് കൊടുക്കേണ്ട ഉപദേശമായി വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ഉപദേശമാണ് യാ ബുനയ്യ ഇന്നഹാ യതഖു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. തന്റെ മകനോടുള്ള അഭിസംബോധന തന്നെ എങ്ങനെയാണ്? യാ ബുനൈ, എന്റെ പൊന്നു മകനെ എന്നാണ്. കാര്യം ചെറുതായ കാര്യമാകട്ടെ വലുതായ കാര്യമാകട്ടെ, ഏത് വസ്തുവിനെയും, ഇനി അത് മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദൽ, ഒരു കടുകുമണിയോളം വലിപ്പമുള്ള കാര്യമാണെങ്കിൽ പോലും ഏതെങ്കിലും കരിമ്പാറക്കെട്ടുകൾക്കുള്ളിൽ നീ അത് കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചാലും അത്തൈന ബിഹ, അള്ളാഹു പറയുന്നുണ്ട് മറ്റൊരു ഭാഗത്ത്, അള്ളാഹു അത് കൊണ്ടുവരും, നാം അത് കൊണ്ടുവരും. ഇവിടെ അള്ളാഹ് പ്രയോഗിച്ചത് യഅതി ബിഹല്ലാ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അള്ളാഹു അത് കൊണ്ടുവരും. മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം മനുഷ്യർ എന്നുള്ള നിലക്ക് പരസ്പരം പലതും ഒളിപ്പിച്ചു വെക്കാൻ കഴിഞ്ഞേക്കാം. ഭാര്യയിൽ നിന്ന് ഭർത്താവിന് പലതും ഒളിപ്പിച്ചു വെക്കാം. തിരിച്ച് ഭർത്താവിന് ഭാര്യയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പല രഹസ്യങ്ങളും ഉണ്ടാകാം. നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾക്ക് പല രഹസ്യങ്ങളും ഉണ്ടാകാം. അതൊക്കെ പരസ്പരം ഒളിപ്പിച്ചു വെക്കാൻ കഴിയാം എന്നുണ്ടാകാം. പക്ഷേ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മുന്നിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം യാതൊരു മറയുമില്ല. എല്ലാം വ്യക്തമായി, ജീവിതം മുഴുവൻ വ്യക്തമായി അറിയുന്നവനാകുന്നു നമ്മുടെ രക്ഷിതാവ്. അതാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞത്, യസ്തഖ്ഫൂന മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് അവർ മറച്ചു വെക്കുന്നു. പക്ഷേ വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, അല്ലാഹുവിങ്കൽ നിന്ന് അവർക്ക് മറച്ചു വെക്കാൻ സാധ്യമല്ല. ജനങ്ങളിൽ നിന്ന് നമുക്ക് പലതും പലതിനെയും മറച്ചു വെക്കാം, പക്ഷെ അല്ലാഹുവിങ്കൽ നിന്ന് മറച്ചു വെക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ നമ്മോട് അടിക്കടി പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ കുറിച്ച് നല്ലവണ്ണം ചിന്തിക്കണമെന്ന്. പലപ്പോഴും അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ ഒരു ചോദ്യം തന്നെ എന്താണ്? വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തിലേക്ക് നോക്കുന്നില്ലേ എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. 6 അടി പൊക്കമുള്ള മനുഷ്യന്റെ ജീവിതമാകുന്ന വൈവിധ്യം, അത്ഭുതങ്ങളുടെ കലവറയായ മനുഷ്യ ശരീരത്തിലേക്ക് അവൻ നോക്കുന്നില്ലേ എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് അള്ളാഹു പറഞ്ഞത് എന്താ? ഫൽയൻദുറിൽ ഇൻസാനു മിമ്മാ ഖുലിഖ മിമ്മാഇൻ ദാഫിഖ്, തെറിച്ചു വീഴുന്ന ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നാണ് മനുഷ്യ ഞാൻ നിന്നെ സൃഷ്ടിച്ചിട്ടുള്ളത്. ആ വെള്ളത്തിന്റെ പ്രത്യേകതയെ കുറിച്ച് അള്ളാഹ് പറഞ്ഞത് എന്താ? ഖുലിഖ മിമ്മാഇൻ ദാഫിഖ്, അല്ലേ? ഒരു വെള്ളത്തിന്റെ തുള്ളിയിൽ നിന്നാണ് മനുഷ്യനെ ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് അവൻ നോക്കുന്നില്ലേ? ഫൽയൻദുറിൽ ഇൻസാനു മിമ്മാ ഖുലിഖ എന്ന് അള്ളാഹു ചോദിക്കുക. നമ്മെ കുറിച്ച് ചിന്തിക്കാൻ അള്ളാഹ് പറയാ. മറ്റൊരു ഭാഗത്ത് അള്ളാഹ് പറഞ്ഞത് എന്താ? യാ അയ്യുഹൽ ഇൻസാനു മാ ഗർറക ബിറബ്ബികൽ കരീം الذي خلقك فسواك فعدلك في أي سورة ما شاء ركبك. വിശുദ്ധ ഖുർആനിലെ ശ്രദ്ധേയമായ 2-3 ആയത്തുകളാണ്. യാ അയ്യുഹൽ ഇൻസാൻ മാ ഗർറക ബിറബ്ബികൽ കരീം, മനുഷ്യരെ മുഴുവൻ വിളിച്ചുകൊണ്ട് അല്ലാഹു ചോദിക്കുകയാണ്, അത്യുദാരനായ നിന്റെ റബ്ബിന്റെ കാര്യത്തിൽ നിന്നെ വഞ്ചിച്ചു കളഞ്ഞത് എന്താണ് മനുഷ്യ? എങ്ങനെയുള്ളവനാകുന്നു നിന്റെ റബ്ബ്? അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക, നിന്നെ സൃഷ്ടിക്കുകയും നിന്നെ പാകപ്പെടുത്തുകയും നിന്നെ സംവിധാനിക്കുകയും ചെയ്തവനാകുന്നു നിന്റെ രക്ഷിതാവ്. ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക, അവൻ ഉദ്ദേശിക്കും വിധം നിനക്ക് രൂപകൽപ്പന ചെയ്തു തന്നവനാകുന്നു അവൻ. ഈ ഇരിക്കുന്ന മനുഷ്യരായ നമുക്കൊരിക്കലും തോന്നിയിട്ടില്ല എന്റെ മൂക്കിന്റെ സ്ഥാനം ആകേണ്ടിയിരുന്നത് ഇപ്പോഴുള്ള സ്ഥാനത്തായിരുന്നു എന്ന് നമുക്ക് തോന്നിയിട്ടില്ല. 2 ചെവികളുടെ പൊസിഷൻ ഇവിടെയായിരുന്നു വേണ്ടത് എന്ന്, ഇവിടെയല്ല വേണ്ടത് എന്ന് നമുക്ക് തോന്നിയിട്ടില്ല. നമ്മുടെ മുഖത്തിന്റെ ഷേപ്പ് ഇങ്ങനെയാണ്, ഇവിടെ ഈ രൂപത്തിലാണ് വേണ്ടത് എന്ന് നമ്മൾക്കൊരിക്കലും തോന്നിയിട്ടില്ല.
നമ്മുടെ ശരീരത്തിലെ രോമങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്നുപോലും ഇതുപോലും നമുക്ക് അള്ളാഹുവിന്റെ സംവിധാനത്തിൽ നിന്ന് അതേ ഒരു അറപ്പും വെറുപ്പമായി തോന്നിയിട്ടില്ല. എന്തേ കാരണം? അത്രത്തോളം ഭംഗിയോടുകൂടിയാണ് മനുഷ്യരായ നമ്മെ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത്. ഖുർആനിൽ നമുക്കൊക്കെ അറിയുന്ന അധ്യായമല്ലേ സൂറത്തു തീൻ. ആ അധ്യായം ഇങ്ങനെ ഓതി വരുമ്പോൾ അതിലൊരായത്ത് എന്താണ്? ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഏറ്റവും നല്ല രൂപഘടനയോടെയാണ് മനുഷ്യനെ ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത്. നിവർന്ന ശരീരനിലയുള്ള ഏക ജീവിവർഗമാണ് പ്രിയപ്പെട്ടവരെ മനുഷ്യരായ നമ്മൾ ഓരോരുത്തരും. അതായത് അത്ഭുതങ്ങളുടെ കലവറയാണ് എന്നർത്ഥം. ഈ പുറമെ കാണുന്ന ബാഹ്യമായ അവയവങ്ങളെക്കാൾ അത്ഭുതകരമായ അവയവങ്ങളും സംവിധാനങ്ങളും ഒരു മനുഷ്യ ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും കടന്നു പോവുകയല്ല. അതുകൊണ്ടാണ് ഖുർആൻ ബുദ്ധിയുള്ള മനുഷ്യരോട് പറഞ്ഞത് വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ യാ അയ്യുഹൽ ഇൻസാൻ മാ ഗറക ബിറബ്ബിക്കൽ കരീം ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. എങ്ങനെയുള്ള ആളുകളായിരുന്നു നമ്മൾ? ഉമ്മയുടെ ഗർഭാശയത്തിന്റെ അറകളിൽ നിന്ന് അതേ ഏതാനും മാസങ്ങൾ അവിടെ കഴിച്ചുകൂട്ടി ഒരു ഫാൻ ആവശ്യമില്ലായിരുന്നു. നമുക്ക് തോന്നുമ്പോൾ വെള്ളം കുടിക്കാനുള്ള സംവിധാനങ്ങൾ ആവശ്യമില്ലാതിരുന്നു. അതുപോലെ തന്നെ ഭക്ഷണം നമ്മൾ തോന്നുമ്പോൾ നമ്മൾക്ക് കഴിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. എല്ലാം പൊക്കിൾ കൊടിയിലൂടെ റഹ്മാനായ റബ്ബ് നമുക്ക് ഏതാനും മാസങ്ങൾ എത്തിച്ചു തന്നു. അല്ലേ? അവിടെ ഒരു ഫാന് വേണ്ട, അവിടെ ഒരു AC വേണ്ട, അവിടെ ലൈറ്റ് സംവിധാനം വേണ്ട. ഇത്രത്തോളം ഭദ്രമായ ഒരു സംവിധാനത്തിന്റെ ഉള്ളിൽ മാസങ്ങളോളം കഴിച്ചുകൂട്ടി പുറത്തേക്ക് വരാൻ സമയമായപ്പോ ചില സിഗ്നലുകൾ കൊടുത്ത് അതേ ശാസ്ത്രം പറയുന്നത് ഒരു പുരുഷന്റെ വാൽക്കുറ്റിയും പെണ്ണിന്റെ വാൽക്കുറ്റിയും ചെറിയ വ്യത്യാസമുണ്ട് എന്നാണ്. പുരുഷന്റെ വാൽക്കുറ്റി നേരെ നീണ്ടു നിവർന്നിട്ടാണ്, പെണ്ണിന്റേതാണെങ്കിൽ ആ നിവർന്ന ഭാഗത്തിന്റെ നടുവിൽ ചെറിയൊരു വളവുണ്ട്. എന്തിനാണത്ര ആ വളവ് സംവിധാനിച്ചത്? സയൻസ് പറയുന്നത് അതില്ലായിരുന്നുവെങ്കിൽ ഒരു പെണ്ണിന്റെ ഗർഭാവസ്ഥയിൽ അവൾ പ്രസവിക്കുന്നത് പോലും അറിയാത്ത രൂപത്തിൽ ഒരുപക്ഷെ ടോയ്ലറ്റിൽ, അതല്ലെങ്കിൽ അവൾ കിടന്നുറങ്ങുന്ന ബെഡിൽ, അല്ലെ, അതിന്റെ ഒന്നും ആവശ്യമില്ലാതിരിക്കാൻ വേണ്ടിയാണ് അള്ളാഹു അതിന് ചെറിയൊരു വളവ് കൊടുത്തത് എന്ന് വരെ സയൻസ് പറയുമ്പോ മനുഷ്യ വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ, നമ്മളെ കുറിച്ച് ചിന്തിക്കാനല്ല പറയാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനിത് എന്തിനാ പറഞ്ഞത്? മനുഷ്യൻ എന്ന ഈ അത്ഭുത കലവറ ജനിച്ചപ്പോൾ കരയാൻ മാത്രം അറിഞ്ഞിരുന്നൊരവസ്ഥയിലായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്, അല്ലെ? നാൽക്കാലികളായ മൃഗങ്ങൾ പ്രസവിച്ചു കഴിഞ്ഞാൽ അതിന്റെ കുഞ്ഞ് ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞാൽ നാലുകാലിൽ എണീറ്റ് നിന്നുകൊണ്ട് ആദ്യം അത് യാത്ര ചെയ്യുന്നത് തള്ളമൃഗത്തിന്റെ സ്തന്യം നുകരാൻ വേണ്ടിയാണ്, പാല് കുടിക്കാൻ വേണ്ടിയാണ്. ആ രണ്ട് കാലുകൾക്കടിയിലാണ് തനിക്കുള്ള സ്തന്യമെന്ന് ഇതുവരെ ഭൂമിയിലേക്ക് വരാത്ത ആ നാൽക്കാലിക്ക് പറഞ്ഞു കൊടുത്തതാരാണ്? സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്ത് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് കയറി ചെന്നപ്പോൾ ആരാണ് മൂസാ നിങ്ങൾ പറയുന്ന റബ്ബെന്ന് ചോദിച്ചപ്പോ മൂസാ നബി പറഞ്ഞ വാക്കെന്തായിരുന്നു? റബ്ബുനല്ലദീ അഅതാ കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ഞങ്ങളുടെ റബ്ബ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്റെ റബ്ബ് എന്ന് പറയുന്നത് ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളെ സൃഷ്ടിക്കുകയും അവർക്ക് വേണ്ട സന്മാർഗം കാണിച്ചു കൊടുക്കുകയും ചെയ്തവനാണ്. സന്മാർഗം രണ്ട് രൂപത്തിലുണ്ട്. ഒരു മനുഷ്യൻ പ്രസവിച്ച് വീഴുമ്പോൾ വരെ അതീവ ദുർബലനാണ്. പിന്നീട് മാസങ്ങൾ കഴിയുമ്പോഴാണ് അവൻ അള്ളാഹു ഓരോ കഴിവുകൾ ഇങ്ങനെ സന്നിവേശിപ്പിച്ചു കൊടുക്കും. നടക്കാനുള്ള, ഇരിക്കാനുള്ള, അതുപോലെ തന്നെ സംസാരിക്കാനുള്ള, ഓടാനുള്ള കഴിവുകളൊക്കെ ഇങ്ങനെ ഭാവിയിൽ വഴിയെ വഴി അള്ളാഹു നൽകുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ചോദിച്ചത് ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹർ ലം യകുൻ ശൈഅൻ മദ്കൂറാ. പറയപ്പെടാൻ കഴിയാത്ത ഒരു കാലഘട്ടം നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയില്ല എന്നാണ് നമ്മളോട് അള്ളാഹു ചോദിക്കുകയാണ്. പറയപ്പെടാൻ കഴിയാത്ത കാലഘട്ടം എന്ന് പറഞ്ഞാൽ എന്താ? തന്റെ ജീവിതത്തിൽ ഒരു പേര് പറയാൻ നമുക്കുണ്ടായിരുന്നില്ല, അതുപോലെ തന്നെ ഒരു അഡ്രസ്സ് പറയാനുണ്ടായിരുന്നില്ല. എന്നാൽ ഈ ഇരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താ? നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ട്, നമുക്ക് രേഖകളുണ്ട്, നമുക്കൊരു വീട്ടുപേരുണ്ട്, ഒരു മാതാവിന്റെ പേരുണ്ട്, ഒരു പിതാവിന്റെ പേരുണ്ട്, അല്ലേ? അങ്ങനെ അങ്ങനെ ഒരുപാട് നല്ല സുസ്ഥിരമായ ഒരു അവസ്ഥയിലേക്ക് അള്ളാഹു നമ്മെ എത്തിച്ചിട്ടുണ്ട്. മറ്റൊരു ഭാഗത്ത് അള്ളാഹു പറഞ്ഞത് എന്താ? അതെ, അല്ലാഹു അഖറജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ. അതെ, ഒന്നും അറിയാത്തൊരവസ്ഥയിലാണ് നിങ്ങൾ ഭൂമിയിലേക്ക് വന്നത് എന്നാണ്.
ഞാൻ എന്തിനാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റു ജീവജാലങ്ങളിൽ നിന്ന് ഇതുപോലെയുള്ള വ്യത്യസ്തമായ അവസ്ഥാവിശേഷങ്ങൾ നമുക്ക് നൽകിയത് എന്തിനാണ്? ഈ ലോകത്ത് മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ചില പരീക്ഷണങ്ങൾ അവനെ കാത്തിരിക്കുന്നുണ്ട്. ആ പരീക്ഷണങ്ങളിൽ അവൻ വിജയിക്കാൻ വേണ്ടിയാണ്. ഒരു നാൽക്കാലിയെ പോലെയല്ല നമ്മുടെ ജീവിതം. ഒരു നാൽക്കാലിയെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ജനിച്ച് വീണത് മുതൽ അതിന് നടക്കാനും അതിന് പല കാര്യങ്ങൾക്കും കഴിവുണ്ട് എങ്കിൽ അത് എത്ര വലുതായാലും അതേ കഴിവിൽ തന്നെയാണത് നിലനിൽക്കുന്നത്. അതിന് ഡ്രസ് ഇടാൻ തോന്നുന്നില്ല, കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ തോന്നുന്നില്ല, അതിന് യൂണിവേഴ്സിറ്റികളും സർവകലാശാലകളും കയറിയിറങ്ങാൻ തോന്നിയിട്ടില്ല, അല്ലെങ്കിൽ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ തോന്നിയിട്ടില്ല. എന്നാൽ ഒന്നിനും കഴിയാതെ ഒരു ദുർബലാവസ്ഥയിൽ ജനിച്ച നമ്മളോ എണീക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. കൈകൾ ചുരുട്ടിപ്പിടിച്ച് കരയാൻ മാത്രം അറിഞ്ഞിരുന്ന സമയം സംസാരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാഷ്ടവും മൂത്രവും കിടന്നിടത്ത് തന്നെ നിർവഹിച്ചിരുന്ന കാലഘട്ടം. പക്ഷെ ഇപ്പോഴോ നമ്മൾ പലതും കൈമുതലാക്കി, പല അറിവുകളും നേടിയെടുത്തു. എന്തിനാണ് ഈ വ്യത്യസ്തമായ ജീവിത രീതി അള്ളാഹു നമുക്ക് നൽകിയത് എന്ന് പറയാനാണ് ഇത്രയും സമയം ഞാൻ വിനിയോഗിച്ചത്. എന്തിനാ തന്നത്? വിശുദ്ധ ഖുർആൻ അവിടെ നമ്മോട് ചോദിക്കുന്ന എന്റെ പ്രസംഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇതാണ്. അഫഹസിബതും അന്നമാ ഖലഖനാകും അബസൻ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. മനുഷ്യനോട് അല്ലാഹു ചോദിക്കുകയാണ്, നിങ്ങളെ ഞാൻ വെറുതെ അങ്ങ് വിട്ടേക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചോ? ഒരിക്കൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, തന്റെ വീടിന്റെ മുന്നിൽ വന്നിരുന്ന ഒരു ചെറിയ കിളിയെ നോക്കി, പക്ഷിയെ നോക്കിയിട്ട് ഒന്നാം ഖലീഫയായ ഹബീബായ പ്രവാചകന്റെ സ്വാഹിബ് എന്ന് പരിചയപ്പെടുത്തിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്താ? അല്ലയോ പക്ഷി, പക്ഷിയോട് പറയാൻ, അല്ലയോ പക്ഷി, നീ എത്ര വലിയ ഭാഗ്യവാനാണ്. നാളെ അല്ലാഹുവിന്റെ പരലോകത്ത് നീയും വരും. പക്ഷേ നീ കുടിച്ചതിനെ കുറിച്ച് നിന്നോട് ചോദ്യമില്ല, നീ പ്രവർത്തിച്ചതിനെ കുറിച്ച് നിന്നോട് ചോദ്യമില്ല, നിന്റെ ആയുസ്സിനെ കുറിച്ച് നിന്നോട് ചോദ്യമില്ല. അതേ സംഭവം തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലും കാണാം. ഒരു ഉണങ്ങിയ മൺകട്ട കണ്ടപ്പോ ഇതേ സംസാരം ആ മൺകട്ടയോട് ഉമർ റളിയല്ലാഹു അൻഹു നടത്തിയതായി കാണാം. എന്നാൽ അതുപോലെയല്ല നമ്മൾ. പക്വതയെത്തിയ പ്രായം മുതൽ കണ്ടതിനെ കുറിച്ച് ചോദ്യമുണ്ട്, പറഞ്ഞതിനെ കുറിച്ച് ചോദ്യമുണ്ട്, വിശ്വാസങ്ങളെ കുറിച്ച് ചോദ്യമുണ്ട്, ആചാരങ്ങളെ കുറിച്ച് ചോദ്യമുണ്ട്. ജീവിതത്തിലെ അതെ തന്നെ ഏൽപ്പിക്കപ്പെട്ട സകല ഉത്തരവാദിത്തങ്ങളെ കുറിച്ചും നമ്മോട് ചോദ്യമുണ്ട്. ഈ ചോദ്യത്തെ അഭിമുഖീകരിക്കാൻ കാത്തിരിക്കുന്നവരാണ് നമ്മൾ. അതിനെന്ത് വേണം? അല്ലാഹുവിന്റെ ദീനിൽ അല്ലാഹുവിന്റെ പ്രവാചകന്മാരിലൂടെ പഠിപ്പിക്കപ്പെട്ട പൂർത്തിയാക്കപ്പെട്ട ഈ ദീനിൽ വെട്ടിമുറിച്ച് ക്ലിയറാക്കി നമുക്ക് പഠിപ്പിച്ചു തന്ന ഷാർപ്പായ ഇബാദത്തുകളുണ്ട്. ആ ഇബാദത്തുകൾ അല്ലാഹുവിനെ മാത്രമാക്കി, അവനെ മാത്രമാക്കി, ഏകനാക്കിക്കൊണ്ട് ആത്മാർത്ഥമായി നന്മകൾ ചെയ്യാനാണ് നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ദീനിനെ ആത്മാർത്ഥമായി നിർവഹിക്കാനല്ലാതെ അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കാര്യം വ്യക്തമാണ്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ എത്ര കാലമാണ് ഇബാദത്തിന്റെ സമയം? ഏതെങ്കിലും സീസണിലാണോ? ഏതെങ്കിലും ആവേശം കൂടുന്ന സമയങ്ങളിലാണോ? ഒരു പ്രത്യേക സമയത്ത് ആവേശം കൂടിയിട്ട് മാത്രം ഇബാദത്ത് ചെയ്യാം? ഒരു പ്രത്യേക സമയത്ത് ഇതൊക്കെ നിർത്തിവെക്കുക? അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തെത്തിയാൽ മാത്രം അള്ളാഹുവിനൊരു പേടി, ചില സ്ഥലത്തെത്തിയാൽ തോന്നിയതുപോലെയുള്ള ജീവിതം, അങ്ങനെ തോന്നിയതുപോലെ തോന്നിയ സ്ഥലത്ത് ചെയ്യാനുള്ള ജീവിക്കാനും ഉള്ളതല്ല അള്ളാഹുവിന്റെ ദീൻ. പിന്നെയോ ഖുർആൻ പറഞ്ഞില്ലേ, വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. അവിടെ പറഞ്ഞ യഖീൻ എന്ന് പറയുന്നതിന്റെ തഫ്സീർ എന്താ? യഖീൻ എന്ന് പറഞ്ഞതിന്റെ തഫ്സീർ മരണം എന്നാണ്. മരണം വന്നെത്തുന്നത് വരെ റബ്ബിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടേയിരിക്കണം. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? സയ്യിദു താബിഈൻ എന്നറിയപ്പെടുന്ന ഒരു താബിഈയുണ്ട്. ആ സയ്യിദു താബിഈൻ എന്നറിയപ്പെടുന്ന മഹാനായ ഹസനുൽ ബസരി 300-ലധികം സ്വഹാബികളെ നേരിൽ കാണാൻ ഭാഗ്യം സിദ്ധിച്ച സ്വഹാബി. മുസ്ലിമായി പ്രവാചകനെ കണ്ടവരാണ് സ്വഹാബികൾ. പക്ഷെ മുസ്ലിമായി ജീവിക്കുകയും പ്രവാചകനെ കാണാൻ ഭാഗ്യം കിട്ടാത്തവരുമാകുന്ന സ്വഹാബികൾ, താബിഈങ്ങൾ. ആ താബിഈങ്ങളിൽ ഏറ്റവും ഉയർന്ന സയ്യിദായ തബക്കകളിൽ ഉന്നതനായ മഹാനായ
ഹസനുൽ ബസ്രി റഹിമഹുല്ല പറയുകയാണ്, 300-ലധികം സ്വഹാബികളെ കണ്ട വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഇന്നല്ലാഹ ലം യജ്അൽ ലിഅമലിൽ മുഅ്മിൻ അജലൻ ദൂനൽ മൗത്ത്. ഒരു മുസ്ലിമായ മുഅ്മിനായ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾക്ക്, നന്മകൾക്ക് പരിധിയില്ല. ഏതുവരെയല്ലാതെ? അവന്റെ മരണം വരെയല്ലാതെ. മരണം വരെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടേയിരിക്കണമെന്ന് ദീനിൽ അടിയുറച്ച് ഇടക്കൊക്കെ പരലോകത്തെ ഓർത്ത് ധാരാളം കരഞ്ഞിരുന്ന നമുക്കൊക്കെ ഏറെ മാതൃകയായ മഹാനായ അതേ സയ്യിദു താബിഈൻ എന്നറിയപ്പെടുന്ന ഹസനുൽ ബസ്രി റഹിമഹുല്ല പറയുകയാണ്. ചുരുക്കുകയാണ് ഞാൻ, എന്റെ പ്രിയപ്പെട്ടവരെ, മരണം വരെ എന്നാണ് ആ പ്രയോഗം. ദുനിയാവിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നവർ, സമ്പത്തിന് വേണ്ടി, അധികാരങ്ങൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, ജോലിക്ക് വേണ്ടി, അങ്ങനെ എക്സെട്ര എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിന്റെ പിന്നാലെ ദുനിയാവിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ട്രിപ്പുകളിലൂടെ, ആഘോഷങ്ങളിലൂടെ, ആസ്വാദനങ്ങളിലൂടെ, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾക്ക് പിന്നാലെ, സഹോദരങ്ങളെ, ഷോപ്പിങ്ങൾക്ക് പിന്നാലെ, അങ്ങനെ ജീവിച്ചു ദുനിയാവിന്റെ പിന്നാലെ ഓടി ഒന്നും കൈകളിലില്ലാതെ വിട പറഞ്ഞു പോകുന്ന എത്രയെത്ര ഈ ഉമ്മത്തിൽ അംഗങ്ങളുണ്ട്. മറ്റു മതസ്ഥർ നിങ്ങൾ വിട്ടോ? ഈ ഉമ്മത്തിലെ എത്രയെത്ര ആളുകളുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ മരണസമയം ചോദിക്കുന്നത് എന്താണെന്നറിയോ? ഒരു മനുഷ്യന്റെ തൊണ്ടക്കുഴിയിലേക്ക് ശബ്ദം വന്നെത്തുന്ന സമയത്ത് ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് കെഞ്ചുന്നത് ഒറ്റ കാര്യം മാത്രമാണ്. ഖുർആനിന്റെ എത്രയോ വചനങ്ങളിൽ, 14-ാം അധ്യായത്തിന്റെ 44-ൽ, 23-ാം അധ്യായത്തിന്റെ 99-ൽ, 23-ാം അധ്യായത്തിന്റെ 100-ാമത്തെ വചനത്തിൽ, 63-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വചനത്തിൽ, 6-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വചനത്തിൽ, 6-ാം അധ്യായത്തിന്റെ തന്നെ 31-ാമത്തെ വചനത്തിൽ, 32-ാം അധ്യായം സജദയുടെ 12-ാമത്തെ വചനത്തിൽ, 35-ാം അധ്യായം സൂറത്തുൽ ഫാത്തിറിന്റെ 37-ാമത്തെ വചനത്തിൽ, അങ്ങനെ ധാരാളം വചനങ്ങളിൽ ഒരു മനുഷ്യന്റെ മരണവേള അല്ലാഹു വിശദീകരിക്കുമ്പോ, പരലോകത്തുള്ള വേള വിശദീകരിക്കുമ്പോ, അവിടങ്ങളിലൊക്കെ മനുഷ്യൻ കെഞ്ചി ചോദിക്കുന്നത് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ എനിക്ക് സമയം തരുമോ എന്നാണ്. പക്ഷേ അത് അമിതമായ ഒരു അത്യാഗ്രഹമാണ്. മരണം വരെ മാത്രമേ ആ സമയം അല്ലാഹു നമുക്ക് തന്നിട്ടുള്ളൂ. ഖുർആൻ പറഞ്ഞില്ലേ, ആ നരകത്തിന്റെ അഗ്നിജ്വാലകളിൽ അവൻ അലമുറയിട്ട് കരയുന്ന സമയമതാ. റബ്ബനാ അഖ്രിജ്നാ നഅമൽ സ്വാലിഹാ എന്ന നരകത്തൊന്നും പറയുന്നത്, റബ്ബേ, ഞങ്ങളെ ഈ നരകത്തിൽ നിന്ന് നീ പുറത്തിട്ട് തരികയാണെങ്കിൽ നഅമൽ സ്വാലിഹാ, ഞങ്ങൾ നന്മ ചെയ്തോളാം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനിത് പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ, റഹ്മാനായ റബ്ബിന്റെ മനസ്സ് അവിടെ വെച്ച് കനിയില്ല. നേരെ മറിച്ചുകൊണ്ട് റബ്ബ് എന്താ പറയാ? റഹ്മാനായ റബ്ബ് എന്താ പറയാ? നമ്മോട് ചോദിക്കാതെ ഈ ജീവിതം തന്ന, നമ്മോട് ചോദിക്കാതെ അനുഗ്രഹങ്ങളുടെ കലവറകൾ നമ്മുടെ തലക്ക് മുകളിൽ കൊട്ടിത്തന്ന ആ റബ്ബ് നമ്മോട് എന്താ പറയാ? അതേ, അല്ലദീ കുന്നാ നഅമൽ അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ. ധാരാളം ആലോചിക്കാനും ചിന്തിക്കാനുമുള്ള സമയം ഈ ദുനിയാവിൽ വെച്ച് നിനക്ക് ഞാൻ തന്നില്ലേ? ഒന്നുകൂടി വിശദീകരിച്ചു തന്നാൽ, 60 വയസ്സ് തന്നില്ലേ? 50 വയസ്സ് തന്നില്ലേ? 40 വയസ്സ് തന്നില്ലേ? അതിന്റെ താഴെയും മുകളിലുമൊക്കെ തന്നില്ലേ? അതുകൊണ്ട് അല്ലാഹു പറയുമത്രേ, വജാഅകുമുൻ നദീർ, എന്താണ് സത്യം അസത്യമെന്ന് വിശദീകരിക്കാൻ താക്കീതന്മാരും വന്നിരുന്നില്ലേ എന്നാണ്. ഈ പടന്നയുടെ ഈ പ്രദേശത്ത് സഹോദരങ്ങളെ, ഇവിടെ ഈ പ്രോഗ്രാം ഞങ്ങൾ വെച്ചത് എന്തിനാണ്? ഈ വിലാപം ഭരിക്കുന്ന സമയത്തും തുടർ ജീവിതത്തിലും നമ്മൾ പറയാതിരിക്കാൻ വേണ്ടിയാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, നരകവാസികൾക്ക് ഏറ്റവും കൂടുതൽ സങ്കടമുണ്ടാക്കുന്ന വാക്കെന്താണെന്നറിയുമോ? അല്ലാഹു പറയണത്, ഫദൂഖു, നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക. എന്താണ് ആസ്വദിച്ചു കൊള്ളേണ്ടത്? അതേ, അക്രമകാരികളായ ആളുകൾക്ക് ഒരു സഹായികളും ഉണ്ടാകില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വിലാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ഒറ്റ സംഭവം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. എന്താ സംഭവം? മഹാനായ അബൂ മാലിക് അൽ-അശ്അരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം. അദ്ദേഹം പറയുകയാണ്, ഒരിക്കൽ ഞങ്ങൾ പ്രവാചകന്റെ കൂടെ ഒരു യാത്രയിലായിരുന്നു. ആ സമയത്ത് മർറ ബിഖബരിൻ, ഒരു ഖബറിന്റെ അരികിലൂടെ ഞങ്ങൾ നടന്നുപോയി. ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുകയാണ്,
മൻ സ്വാഹിബു ഹാദൽ ഖബർ, ആരുടെ ഖബറാണ് സ്വഹാബികളെ ഇത്? ആരുടെ ഖബറാണ് സ്വഹാബികളെ ഇത്? ഫഖാലു, സ്വഹാബത്ത് പറഞ്ഞു അത്രേ, ഫുലാനുൻ, നബിയെ, ഇന്നാലിന്ന ഒരു മനുഷ്യന്റെ മകനാണ്, ഇന്നാലിന്റെ വ്യക്തിയുടെ ഖബറാൻ. ആ സമയത്ത് ഹബീബായ പ്രവാചകൻ പറയുകയാണ്, എങ്കിൽ നിങ്ങൾ അറിയുക, ഈ ഖബറിൽ കിടക്കുന്ന വ്യക്തിയുണ്ടല്ലോ, ശ്രദ്ധിക്കണേ, ഈ ഖബറിൽ കിടക്കുന്ന വ്യക്തിയുണ്ടല്ലോ, റകഅതാനി അഹബ്ബു ഇലാ ഹാദാ മിൻ ബഖിയത്തി ദുനിയാകും, ദുനിയാവിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമാകുന്ന ഒരു നന്മയെങ്കിലും നേടിയെടുക്കാനായിരിക്കുമെന്നാണ്. അതുകൊണ്ട് ഒരു മനുഷ്യന്റെ ഖേദം ഈ കണ്ണടഞ്ഞതു മുതൽ നന്മകൾക്ക് വേണ്ടിയാണ് സഹോദരങ്ങളെ, അമല സ്വാലിഹാത്തുകൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ഈ ഇരിക്കുന്ന നമ്മൾ ഒരു പരിധിവരെ ഭാഗ്യവാന്മാരാണ്, ഭാഗ്യവതികളാണ്. അൽഹംദുലില്ലാ, ഇവിടെയുള്ള ഒരുപാട് നന്മയുടെ സംരംഭങ്ങളിൽ കാണുന്ന മുഖങ്ങൾ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. സഹോദരങ്ങളെ, ഇത് കൂട്ടുക എന്നല്ലാതെ ഇതിൽ നിന്ന് പിറകോട്ട് പോകുന്നൊരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. മരണം വരെ ആത്മാർത്ഥമായി ഇതിൽ നിലനിൽക്കാൻ നമ്മൾക്ക് കഴിയണം. ഏത് സമയത്തും ഈ ലോകത്ത് നിന്ന് വിട പറയാം. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ഇന്നലെ നോക്കൂ നിങ്ങൾ, ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇടിമിന്നലേറ്റ് മരണപ്പെട്ട മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലെ പന്തല്ലൂർ എന്ന് പറയുന്ന മലക്ക് മുകളിൽ 4-5 കൂട്ടുകാരന്മാരുടെ കൂടെ ഒന്ന് ആനന്ദിക്കാൻ വേണ്ടി പോയ ചെറുപ്രായക്കാരായ ചെറുപ്പക്കാർ, മങ്കട സ്വദേശികളാണവർ. പെരിന്തൽമണ്ണക്കടുത്തുള്ള പ്രദേശമാണ് മങ്കട. ആ മങ്കടയിലുള്ള ഈ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മഞ്ചേരിയിലെ ഒരു മലക്ക് മുകളിലേക്ക് ഒരു ചെറിയ ട്രിപ്പ് പോയതാണ്. സിയാദ് എന്ന് പറയുന്ന 18 വയസ്സുകാരനുണ്ടതിൽ, ഫഹദ് എന്ന് പറയുന്ന 19 വയസ്സുകാരനുണ്ടതിൽ, ബഹാസ് എന്ന് പറയുന്ന 18 വയസ്സുകാരനുണ്ടതിൽ, റയീസ് എന്ന് പറയുന്ന 20 വയസ്സുകാരനുണ്ടതിൽ. അവനാണ് ഏറ്റവും മൂത്തവൻ, 20 വയസ്സുള്ളവൻ. ബാക്കിയുള്ളവരെല്ലാം അവനേക്കാൾ 1-2 വയസ്സ് ഇളയവരാണ്. ഈ 4 കുട്ടികളുടെയും ഖബറ് ഒരേ പ്രദേശത്തൊരുങ്ങിയതാണ്. സോഷ്യൽ മീഡിയയിൽ നമ്മളൊക്കെ കണ്ടത്, പല ആളുകളുടെയും സ്റ്റാറ്റസ് അതാണ്. പ്രധാനപ്പെട്ട അതേ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഈ വാർത്തകളൊക്കെ നിറഞ്ഞു നിന്നിരുന്നു. ഇടിമിന്നലേറ്റു മരണപ്പെട്ടതാണ്. എന്താണ് അഭിപ്രായം? 20 വയസ്സാണ്. ചെറുപ്പക്കാരെ, ലഹരിക്കടിമപ്പെട്ടവരെ, തിന്മകളിൽ മുഴുകുന്നവരെ, അതിന്റെ മേഖലകളിലൂടെ മാത്രം സഞ്ചരിക്കുന്നവരെ, ജമാഅത്ത് നിസ്കാരത്തെ കുറിച്ച് ശ്രദ്ധയില്ലാത്തവരെ, അള്ളാഹുവിന്റെ ദീനിന്റെ ഉത്തരവാദിത്തങ്ങൾ മറക്കുന്നവരെ, മാതാപിതാക്കളോടുള്ള റെസ്പോൺസിബിലിറ്റീസുകൾ മറക്കുന്നവരെ, സമൂഹത്തോടുള്ള ബാധ്യത മറക്കുന്നവരെ, മരണം രംഗബോധമില്ലാത്ത കോമാളിയാൻ. വിശുദ്ധ ഖുർആനിലെ ജുമുഅ എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. അതിന്റെ 8ാമത്തെ വചനം എന്താണ്? അതേ, ലോകത്ത് ഏറ്റവും ആഴമുള്ള പസഫിക് സമുദ്രത്തിന്റെ അടിത്തട്ടുകളിൽ പോയി അത് വലിയ സംവിധാനങ്ങൾ ഒരുക്കി ഒളിച്ചിരുന്നാലും ശരി, നിന്റെ വീടിന്റെ ഉള്ളിൽ ഭദ്രമായ എയർ കണ്ടീഷൻ സജ്ജീകരിച്ച റൂമിൽ നീ ഒളിഞ്ഞിരുന്നാലും ശരി, അല്ലാഹു പറയുകയാണ്, ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. അല്ലാഹു പച്ചക്ക് പറഞ്ഞത് ആ മരണം നിങ്ങളെ കണ്ടുമുട്ടും എന്ന് തന്നെയാണ്. ആരെ കണ്ടുമുട്ടിയതുപോലെ സിയാദിനെയും ഫഹദിനെയും ബാസിനെയും റയീസിനെയും ഇന്നലെ കണ്ടുമുട്ടിയതുപോലെ 30 വയസ്സുകാരെ 40 വയസ്സുകാരെ ഒരു വേള ഈ പ്രസംഗിക്കുന്ന സമയത്ത് വരെ മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ളവരാണ് നമ്മൾ. ഈ പ്രോഗ്രാം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമെന്നുറപ്പില്ലാത്തവരാണ് നമ്മൾ. എന്റെ ഈ കമീസിലെ ബട്ടൺസുകൾ ഞാനാണ് ധരിച്ചത്, ഇത് ഞാൻ തന്നെയാണോ ഊരുക, അതല്ല എന്റെ മയ്യത്ത് കുളിപ്പിക്കുന്നവരാണോ, പറയാൻ കഴിയില്ല. ഒരു സഹോദരൻ പങ്കുവെച്ച വാർത്ത എന്താണ്? തിരൂർ എന്ന് പറയുന്ന പ്രദേശത്ത് ട്രെയിനിലേക്ക് കയറവേ കാല് സ്ലിപ്പായി ട്രെയിനിന്റെ ചക്രങ്ങൾക്ക് ചുവട്ടിലേക്ക് വീണ 24 വയസ്സുകാരന്റെ വാർത്ത നമ്മൾ വായിച്ചു. അവന്റെ ബാഗിൽ ഇസ്തിരിയിട്ട ഷർട്ടുകൾ ഉണ്ടായിരുന്നു, അവന്റെ ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു, അതുപോലെ ആർക്കോ കൊടുക്കാനുള്ള സ്വീറ്റ്സുകൾ ഉണ്ടായിരുന്നു. ലൈസൻസിലുള്ള വയസ്സ് 24 വയസ്സാണ്. നോക്കൂ നിങ്ങൾ, ഈ മരണം നമ്മെയും തേടി വരും. ഒരു അറ്റാക്കായി, ഒരു അപകടമായി, ഒരു പാൻഡമിക് രോഗമായി, ഇനി ഒരു കുഴഞ്ഞു വീഴലായി, ഒരു സ്ട്രോക്കായി, അങ്ങനെ പല രൂപത്തിൽ നമ്മളിലേക്ക് അത് തേടി വരും. അതിന്റെ മുന്നേ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങാൻ, ആത്മാർത്ഥമായി റബ്ബിലേക്ക് മടങ്ങാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്.